നമുക്കിവിടെ മറ്റ് ചില എക്സാമ്പിൾസ് നോക്കാം. മെട്രിക് സ്പേസസിന് ചില സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എക്സാമ്പിൾ 311. First one, the taxi cab metric for Rn. The taxi cab metric for R. Rn ഒരു മറ്റൊരു മെട്രിക് നമ്മൾ ഡിഫൈൻ ചെയ്യണം. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പല സമയത്തും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു മെട്രിക്കാണിത്. മെട്രിക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. Now define be D1 from Rn cross Rn to R by D1 of two elements x and y from Rn. Then x and y have components as x1, x2, etc. xn, y ആണെങ്കിൽ y1, y2, etc. yn. Okay. Components അറിയാം, Rn elements എങ്ങനെയാണെന്ന് അറിയാം. D1 of x ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, that is modulus of x1 minus y1, അതായത് കോർഡിനേറ്റ് എല്ലാം വന്നിരിക്കുന്ന ആറിൽ നിന്നാണ്, ഇൻ കോപ്പീസ് ആണ് ആറിൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പോൾ x1 ഫസ്റ്റ് കമ്പോണൻസ് x1 y1 തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് മോഡുലസ് ഓഫ് x2 മൈനസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് xn മൈനസ് yn. ഇങ്ങനെയാണ് മെട്രിക് ഡിഫൈൻ ചെയ്യുന്നത്, ടാക്സി ക്യാബ് മെട്രിക്. ഓർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ദ summation form sigma is equal to 1 to n modulus xi minus yi. It is called the taxi cab metric. It is a metric on R. Now, the metric D1 is a metric of Rn. That is first D1 of xy greater than or equal to 0 ആണോ? ഡെഫിനിഷനിൽ തന്നെ കാണാൻ പറ്റും, നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n മോഡുലസ് xi മൈനസ് yi ആണ്. അതായത് ഇതിന്റെ ടേംസ് ഒക്കെ എന്താ, മോഡുലസ് xi മൈനസ് yi ആകുമ്പോൾ ഇതൊക്കെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, നെഗറ്റീവ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ദി സം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. D1 of xy 0 ആണെങ്കിൽ, D1 of xy 0 means by definition sigma I is equal to 1 to n modulus xi minus yi is equal to 0. നേരത്തെ പറഞ്ഞ പോലെ നോൺ നെഗറ്റീവ് ടേംസിന്റെ സം 0 ആകുന്നു. നോൺ നെഗറ്റീവ് ടേംസിന്റെ സം 0 ആയാൽ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് 0 ആവുകയല്ല, ഓരോ ടേംസും 0 ആയി പറ്റും. ദാറ്റ് ഈസ് മോഡുലസ് xi മൈനസ് yi equal to 0 for each I is equal to 1, 2, etc. up to n. Modulus of value is 0 means then that value xi minus yi equal to 0. This is also for every I is equal to 1, 2, etc. up to n. Xi minus yi is equal to 0 means xi is equal to yi for every I is equal to 1 to etc. up to n. That means the ordered triple arcal x1 is equal to y1. Okay, x2 is equal to y2. Therefore, x1 etc. xn is equal to y1 etc. yn. That is x is equal to y. So d1 of xy is equal to 0 implies x is equal to y. Reverse നോക്കാം. Then x is equal to y ആണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് ഓരോന്നും സെയിം ആവുകയും x1 x2 etc. x is equal to y1 y2 etc. yn അതിന്റെ കോർഡിനേറ്റ്സ് ഓരോന്നും സെയിം ആവും. Okay. xi is equal to yi for every I means xi minus yi equal to 0. Okay. Modulus xi minus yi is equal to 0 and each these terms 0, then sum is 0. That is the d1 of xy. Okay, d1 of xy is equal to 0.
Then the third property is the triangle inequality. Then d1 of xy is equal to sigma I is equal to 1 to n modulus xi minus yi. ഇതൊരു z കാര്യം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഇസഡിന്റെ കമ്പോണൻസ് നമ്മൾ ആലോചിക്കുക z1 എക്സെട്ര z എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ്, ഇതിപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, റിയൽ നമ്പേഴ്സ് ആണ് മോഡുലസ്. റിയലിൽ നമുക്കറിയാം ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ z ആലോചിച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റും. ഈ ith കമ്പോണന്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഓരോ കമ്പോണന്റിലും ഇപ്പോൾ ith കമ്പോണന്റ് ആണെങ്കിൽ അവിടെ ഒരു -zi പ്ലസ് zi ചേർക്കുക. ഓക്കെ, ദെൻ അത് പ്രശ്നമില്ലല്ലോ. ഇവിടെ ഗ്രൂപ്പ് ചെയ്യുക ടേംസ്. ഇത് ai സം bi അങ്ങനെയാണെങ്കിൽ modulus a plus b is less than or equal to modulus a plus modulus b, therefore it is less than or equal to sigma I is equal to 1 to n modulus xi minus zi plus modulus zi minus yi. Sigma യോടെ ചേർത്ത് എഴുതുക. Sigma I is equal to 1 to n modulus zi minus yi. Okay, and then it is d1 of xz plus d1 of z1. Hence the triangle inequality. ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, സിമ്മട്രി. വളരെ എളുപ്പമുള്ളതാണ്. ഫോർത്ത് വൺ ആയിട്ട് എഴുതാം. d1 of xy is equal to sigma I is equal to 1 to n modulus xi minus yi, and it is clearly modulus xi minus yi is modulus yi minus xi, therefore it is sigma I is equal to 1 to n modulus yi minus xi, and clearly it is d1 of yx. That is a symmetry property. That is, this d1 satisfies all the four properties of a metric, and d1 is a metric, and therefore d1 is a metric of Rn, and Rn d1 is a metric space. നിങ്ങൾക്കത് കണ്ടാൽ അറിയാം, ഇവിടെ ഡിസ്റ്റൻസ് പ്രത്യേകതയുണ്ട്, ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. പക്ഷെ ആറിൽ നമ്മൾ d2 ഇക്വലന്റ് മെട്രിക് കണ്ടാണ്. അതാണ് യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത്. പുതിയൊരു മെട്രിക് വന്നപ്പോൾ പുതിയൊരു സ്പേസ് ആയിട്ടുണ്ട് Rn d1. Okay, Rn d1 is a metric space. Then this d1 is called taxi curve metric. Why it is called taxi curve metric? d1 is called taxi curve metric. Taxi curve metric. Because in the plane R ലാണല്ലോ പറഞ്ഞ, or R2 നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. In the plane, the distance from x to y is sum of lengths of horizontal segment and a vertical segment joining x to y. Horizontal and vertical line segment joining, ഇതാണ് സ്ട്രീറ്റ് പോലെ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഒടിവുകൾ കാണാം. Then how is it? ഇത് R2 നോക്കുക. R2 ൽ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. Consider x is equal to ordered where x1, x2, and then y is equal to ordered where y1, y2. നമ്മുടെ യൂഷ്വൽ ഡിസ്റ്റൻസ് എങ്ങനെ വരും? ഇതുവഴി ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് മോഡുലസ് x1 minus y1. Here d1 of xy is defined as modulus x1 minus y1 plus modulus x2 minus y2. അതെങ്ങനെ ഇവിടെ വരുന്നത് നോക്കുക. x1 ഇതാകുമ്പോൾ ഇതാണ് x കോർഡിനേറ്റ്, ഇതാണ് x കോർഡിനേറ്റ് ഒന്ന്, ഇത് y കോർഡിനേറ്റ് വരുന്നത് ആക്സിസ്. Then ഇത് x1 ആകുമ്പോൾ ഇവിടെ ഇത് ഒറിജിൻ, and it is x1 distance, and x1, x2, then x2 is here, it is x2. Then y പറയുമ്പോൾ ഇങ്ങോട്ടൊരു വെർട്ടിക്കൽ ലൈൻ നോക്കുക, it is y1, and ഇവിടെ ഒരു perpendicular line to y, is here it is y2. And what is modulus x1 minus y1? It is the distance. Real line നോക്കുക, ഇതാണ് modulus x1 minus y1. That is parallel ഇവിടെ ആലോചിക്കുക, it is modulus x1 minus y1. And what is modulus x2 minus y2? Here it is modulus x2 minus y2, and ഇതാണ് modulus x2. ഇങ്ങനെ ഒരു ജോയിനിലാണ് ഇത് കിട്ടുന്നത്. It is, അപ്പോൾ ഇത്
ഈ ഒരു ലൈനാണ് മോഡുലസ് x1 മൈനസ് y1, ഇതാണ് മോഡുലസ് x2 മൈനസ് y2. ഇങ്ങനെ രണ്ട് ലൈനുകളുടെ സമ്മാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ സ്ട്രീറ്റുകളുടെ ഇടയ്ക്ക് ടൗണുകൾ വരുമ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് അതിൻ്റെ പാത്ത് പോകുന്നത് സാധാരണ. ഇങ്ങനെയാണ് അതിൻ്റെ പാത്തുകൾ പോകുന്നത് എന്ന് കണക്കാക്കിയാണ് ഇതിന് ടാക്സി ക്യാബ് മെട്രിക് എന്ന് പറയുന്നത്. ഈ 90 ഡിഗ്രി വരുന്നുണ്ട്. മോഡുലസ് x1 മൈനസ് y1 പ്ലസ് മോഡുലസ് x2 മൈനസ് y2. ഓക്കെ, അപ്പോൾ RL ഒരു മറ്റൊരു മെട്രിക് നമ്മൾ ഡിഫൈൻ ചെയ്ത് സ്റ്റാൻഡേർഡ് മെട്രിക് ഡിഫൈൻ ചെയ്തതാണ് ടാക്സി ക്യാബ് മെട്രിക്. ഇതിനെ തുടർന്ന് നമുക്ക് D3 D4 എന്നൊക്കെ ഡിഫൈൻ ചെയ്യാം, പക്ഷേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത എക്സാമ്പിൾ 312. എക്സാമ്പിൾ 312, നെക്സ്റ്റ് എക്സാമ്പിൾ the maximum metric. The maximum metric എന്ന് എഴുതും. It's the maximum metric of RL. RL maximum metric define ചെയ്യുന്നത്. That is another metric. And ഇവിടെ D infinity എടുക്കുകയാണ്. D infinity of xy. That is D infinity is here defined from Rn rows Rn to R. And it is defined by maximum of x ഉം y ഉണ്ട്. അവിടെ നമ്മൾ ഈ പറയുന്ന കോർഡിനേറ്റ്സ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സിനെല്ലാം ഡിസ്റ്റൻസ് എടുക്കുക. മോഡുലസ് xi മൈനസ് y i is equal to 1, 2, etc. അതിന്റെ മാക്സിമം അതാണ് d infinity of x. We can show that this is also a metric of R. The first, what about d infinity of xy? Is it non-negative? By the definition, so this is the maximum of modulus xi minus yi ആണ്. അപ്പോൾ അതിനകത്തുള്ള ഓരോ ടേമുകളും ആലോചിച്ച് മോഡുലസ് x1 മൈനസ് y1, മോഡുലസ് x2 മൈനസ് y2, എക്സെട്രാ മോഡുലസ് xn മൈനസ് y എല്ലാം മോഡുലസ് വാല്യൂ ആണ് റിയലിൽ. Therefore all are non-negative, hence maximum is also non-negative. And second, d infinity of xy is equal to 0 implies maximum of modulus xi minus yi is equal to 0. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെല്ലാം എന്താ, ഇതെല്ലാം നോൺ നെഗറ്റീവ് ആണ്. നെഗറ്റീവ്സ് വരുന്നില്ല. പിന്നെ അപ്പം നോൺ നെഗറ്റീവ് ടേംസിന്റെ മാക്സിമം 0 വന്നു. അപ്പോൾ പിന്നെ ഒരെണ്ണം മുകളിലോട്ട് വരുത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം 0 ആണ്. Then it is modulus xi minus yi equal to 0 for every I is equal to 1, 2, etc. up to n. പിന്നെ പഴയതുപോലെയുള്ളല്ലോ മോഡുലസ് xi minus y 0 എന്ന് പറഞ്ഞാൽ xi minus yi 0 for every I. That implies xi is equal to yi for every I. That means xi is equal to y means x1, x2, etc. xn is equal to y1, y2, etc. yn. X is equal to x1, x2, etc. xn is equal to y1, y2, etc. yn is equal to y. In reverse, x is equal to y implies corresponding coordinates are equal. xi equal to y. xi equal to y for every I, xi minus y equal to 0 for every I. xi minus y equal to 0 for every I implies modulus xi minus y equal to 0. Modulus xi minus y is equal to 0. അപ്പോൾ എല്ലാ ടേംസും കളക്ഷൻ മുഴുവൻ 0 ആണ്. therefore maximum is 0 and it is the infinity of xy. തേർഡായിട്ട് സിമെട്രി നോക്കാം. d infinity of xy is equal to maximum of modulus xi minus yi for I is equal to 1 to etc. up to n. Clearly it is modulus xi minus yi is modulus yi minus xi. It is for I is equal to 1 to etc. up to n. Hence it is d infinity of yx. Hence a symmetry. And what about the triangle inequality? d infinity of xy is maximum of modulus xi minus yi. So this is a modulus in a triangle inequality ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇസഡിലെ z1, z2, etc. z എന്നുള്ള കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി, അതൊന്ന് ഇവിടെ അറേഞ്ച് ചെയ്ത് അതിന്റെ കമ്പോണന്റ് ith കമ്പോണന്റ് വരുമ്പോൾ xi മൈനസ് zi പ്ലസ് zi മൈനസ് yi ഇത് അറേഞ്ച് ചെയ്തതാണ്. ആൻഡ് ഇറ്റ്സ് ഈസ് മോഡുലസ്. ദെൻ ട്രയാങ്കിൾ ഇക്വാളിറ്റി നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാം മോഡുലസിന്റെ. ദെൻ
less than or equal to modulus xi minus zi plus modulus zi minus yi. Then take a maximum less than or equal to maximum of modulus xi minus zi plus maximum of modulus zi minus ya. That is equal to d infinity of xz plus d infinity of zy. Okay. Hence a triangle inequality, and so d infinity is a metric on d infinity is a metric of Rn, and hence Rn with d infinity is a metric space. Okay, this is another metric space. So Rn with d infinity is a metric space. So മറ്റൊരു എണ്ണം കിട്ടി, Rn മറ്റൊരു മെട്രിക് കിട്ടി. അപ്പോൾ Rl നമ്മൾ കാണുന്ന യൂക്ലിഡിയൻ മെട്രിക് മാത്രമല്ല, d1 അടുത്തൊരു മെട്രിക് ഡിഫൈൻ ചെയ്തു, d ഇൻഫിനിറ്റി ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ ധാരാളം മെട്രിക്കുകൾ നമുക്ക് Rn ഡിഫൈൻ ചെയ്യാം. ഓരോ മെട്രിക്കിലും കിട്ടുന്ന ഡിസ്റ്റൻസ് വ്യത്യസ്തമായിരിക്കും. പ്രോബ്ലം വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഏത് നോൺ എംപ്റ്റി സെറ്റിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെട്രിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നോൺ എംപ്റ്റി സെറ്റ് മെട്രിക് സ്പേസ് ആവും. ഫോർ ആൻ ആർബിട്രറി സെറ്റ് എക്സ് ഡി എന്നിലും പറ്റും, ഏത് മെട്രിക് സ്പേസ് ഏത് നോൺ എംപ്റ്റി സെറ്റിലും പറ്റും. ഫോർ ആൻ ആർബിട്രറി സെറ്റ് എക്സ് ഡിഫൈൻ ഡി ഫ്രം എക്സ് ക്രോസ് എക്സ് ടു ആർ by d of xy is equal to special metric ആണ് 0 if x is equal to y. അപ്പം d of xy equal to 0 if and only if x is equal to y definition തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നു. 1 if x not equal to y. ബാക്കിയെല്ലാം 1 ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആറിൽ കൊണ്ടുവന്ന് ഈ മെട്രിക് വെച്ച് കഴിഞ്ഞാൽ 1 ഉം 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് -2 തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെല്ലാം 0 ആണ്. ബട്ട് 1 ഉം 2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ 1 ആണ്, 1 ഉം 10 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാലും 1 ആണ്. ബാക്കി എല്ലാ ഡിസ്റ്റൻസുകളും 1 ആവുന്ന തരത്തിലുള്ള ഒരു മെട്രിക്കാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മെട്രിക് ആണോ എന്ന് ആലോചിച്ച് നോക്കുക. അതിന് വേണമെങ്കിൽ ഡി ഈസ് എ മെട്രിക് ഓഫ് എക്സ്. ഏത് സെറ്റ് എടുത്താലും എന്നുണ്ട്. therefore ഏത് നോൺ എംപ്റ്റി സെറ്റ് മെട്രിക് സ്പേസ് ആവും. ഈ മെട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഡി ഈസ് എ മെട്രിക് ഓഫ് എക്സ്. എങ്ങനെയാണ് പ്രൂഫ് പോകുന്ന നോക്കാം. ബൈ ഡെഫിനിഷൻ ഓഫ് ഡി ഇറ്റ് ഈസ് ക്ലിയർ. ഡി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം 0യും 1ഉം മാത്രമേ വരുന്നുള്ളൂ. ബൈ ഡെഫിനിഷൻ ഓഫ് ഡി ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് അഗെയിൻ ബൈ ഡെഫിനിഷൻ d of xy is equal to 0 if and only if x is equal to y. ഫസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഓൾസോ ബൈ ഡെഫിനിഷൻ d of xy is equal to 0 if x is equal to y. And it is also by definition d of xy is equal to d of yx. It is also clear. ചുരുക്കത്തിൽ ഇവിടെ പ്രൂവ് ചെയ്യപ്പെടാനുള്ളത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി മാത്രമാണ്. d holds triangle inequality. നോക്കണം. അതിന് ഇവിടെ എന്തൊക്കെ ആലോചിക്കണം ആലോചിക്കാം. z, x, y, z for 3 elements. Consider x, y and z in x. Then എന്തൊക്കെ സംഭവിക്കാം ഇവിടെ x, y, z? അതിനായിട്ട് 4 കേസുകൾ നമുക്ക് ആലോചിക്കാം. കേസ് 1 x is equal to y. എന്തൊക്കെ സാഹചര്യങ്ങൾ വരാം. എക്സ് വൈ സെഡ് വരുമ്പോൾ ഈ മെട്രിക്കുമായി ബന്ധിപ്പിച്ച് ആലോചിച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ആകാം ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ്. കണ്ടീഷൻ കണ്ടോണ്ടാൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു വൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ്. ദെൻ റിസൾട്ട് എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ്. എക്സ് ഇസഡ് തമ്മിലുള്ള കണക്ഷൻ കിട്ടും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു വൈ, വൈ ഇസ് ഈക്വൽ ടു ഇസഡ് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ്. ഇൻ ദിസ് കേസ് ഡി ഓഫ് എക്സ് വൈ equal to, by definition, x is equal to y and d of xy is equal to 0. Okay, അപ്പോൾ d of xy ഉം d of yz ഉം d of xz ഉം 0 ആണ്.
a definition of D. Then ചോദ്യം ഇതല്ലേ d of xy d of xz plus d of zy യുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? d of xy is equal to 0, d of xz plus d of zy is also 0 here. That is, here d of xy is equal to d of xz plus d of zy. Hence, triangle equality അല്ലെ inequality അത് equal ആണ്. d of xy equal to d of xz plus d of zy. അപ്പോൾ ആ triangle inequality ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. Case 2. Case 2 ല് assume ഇനി എന്തൊരു കേസ് assume ചെയ്യാമെന്ന് ചോദിക്കാം. x is equal to y and y not equal to z. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ നമുക്ക് x z നമ്മൾ റിലേഷൻ അറിയാൻ പറ്റും. x equal to y ആണ്, y z അല്ല. Then x not equal to z. Okay. So here d of xy equal to 0, d of y z but y not equal to z and d of y z 1 ആണ്, and d of x z അല്ലെങ്കിൽ d of z x സിമട്രി ഉണ്ടായതുകൊണ്ട് രണ്ടും സെയിം ആണ്. d of x z and d of z x ഇത് 1 ആണ്. Then എന്താണ് d of x z പ്ലസ് അത് നോക്കാം, കാരണം അവിടെ നമ്മൾ ചെയ്യാനുള്ളത് d of zy, d of y z is also d of zy, d of x z, d of okay, d of x z plus d of zy, that is 1 plus 1 is equal to 2, clearly greater than 0, because 0 ആയിട്ട് കണക്ട് ചെയ്ത് എന്തുകൊണ്ടാണ് d of xy. അപ്പോൾ ട്രയാങ്കിളിനെ ഇങ്ങോട്ടേക്ക് മാറ്റില്ല. Then case 3, assume x not equal to y and y is equal to z. Then also x not equal to z. Okay. So here d of xy equal to 1. Since x not equal to y, d of y z is equal to 0 since y equal to z, and distance between x and z is 1 since x not equal to z. Therefore, distance between x z plus distance between z and y is distance between x z is 1, distance between z y is 0, is 1, and it is equal to d of xy. Then triangle inequality അവിടെ മാറ്റമില്ല. അപ്പം കേസുകൾ ശ്രദ്ധിക്കുക, ഇതാണ് x is equal to y and y equal to z, x is equal to y and y not equal to z, x not equal to y and y equal to z. Okay, കേസുകൾ ഇനി വന്നത് ലാസ്റ്റ് കേസേ ഉള്ളൂ എന്ന് മനസ്സിലാവും. വാട്ട് ഈസ് ദ കേസ്? x not equal to y and y not equal to z. Okay, ഇത്രയും കേസുകളാണ്. പക്ഷേ x not equal to y and y not equal to z വരുമ്പോൾ അവിടെ രണ്ട് സാഹചര്യമുണ്ട്. x to z എന്ന് കമ്പയർ ചെയ്യും. x not equal to y and y not equal to z വരുമ്പോൾ x is equal to z ആവാം, or x not equal to z ആവാം. ഓക്കെ, then ഈ രണ്ട് സാഹചര്യങ്ങൾ നോക്കാം. if x not equal to y, y not equal to z, and x is equal to z, then d of xy is equal to 1, d of yz is equal to 1, and d of xz is equal to 0. Therefore, d of xz plus d of zy is d of xz is 0, d of yz is 1, and which is equal to d of xy. Okay, അപ്പോൾ അവിടെയും ട്രയാങ്കിൾ ഇങ്ങോട്ടേക്ക് മാറ്റമില്ല. അതർവൈസ് ഇവിടെ വേറൊരു കേസ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു സ്പ്ലിറ്റിംഗ് വന്നിട്ടുണ്ടല്ലോ. This if x not equal to y, y not equal to z, and x not equal to z. If x not equal to y, y not equal to z,
and x not equal to z. Then distance between x and y is equal to 1. Distance between y and z is equal to 1. And distance between x and z all 1 are. Then distance between xz plus distance between zy is 1 plus 1 is 2. Really it is greater than 1. What is 1? V of xy. All these four cases. These four cases, fourth case the case for all these four cases, triangle inequality already in that one. Therefore, D is a metric of any arbitrary set, arbitrary non-empty set X. It's a metric of X. And this metric is called a discrete metric. Discrete metric. And any non-empty set X with discrete metric is called a discrete space. Okay. This is counter examples in metric is called discrete space, a discrete metric. This space is called a discrete space. Okay.